ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവരും എന്ത് പറയുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ പൊന്നാങ്കണ്ണി ചീര തോരൻ എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ പൊന്നാങ്കണ്ണി എനിക്ക് ഒരു 2 തണ്ട് മാത്രം എന്താ പറയുക, കൃഷി ചെയ്യാനായിട്ട് കിട്ടിയതായിരുന്നു. ആ തണ്ട് ഞാൻ കുഴിച്ച് വെച്ച് എനിക്കിന്നിപ്പോൾ അത്യാവശ്യം തോരൻ വെക്കാനുള്ള പൊന്നാങ്കണ്ണി ചീര എനിക്ക് ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. നമുക്കിന്ന് വ്യത്യസ്തമായ രീതിയിലൊരു പൊന്നാങ്കണ്ണി തോരനാണ് വെക്കാനായിട്ട് പോകുന്നത്. അത് ഷോർട്ടായിട്ടേ പോവുള്ളൂ. അപ്പം നമ്മൾ ഇതെടുത്ത് കുറേശ്ശെയായിട്ട് ചെറുതായിട്ട് തോരൻ്റെ പരുവത്തിന് കട്ട് ചെയ്തെടുക്കുക. നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. ഇതെല്ലാവരും വീട്ടുവളപ്പിൽ ചെയ്ത് നോക്കുക. നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കുക. നല്ല ഔഷധ ഗുണമുള്ള ഒരു ചീരയാണ് നമ്മുടെ പൊന്നാങ്കണ്ണി ചീര എന്ന് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക. ഇതിൻ്റെ ചെറിയ ചെറിയ പീസുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് വീട്ടുവളപ്പിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം ആ ചെറിയ ഞാൻ കാണിച്ചിരുന്നല്ലോ, എനിക്കിതുപോലെ 2-3 ചെറിയ തണ്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയും തോരൻ വെക്കാൻ പാകത്തിന് ഞാൻ ചെയ്തെടുക്കും. അപ്പോൾ എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമ്മൾ എല്ലാം ഒന്ന് ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അതിന് ശേഷം നമുക്കിത് പൊന്നാങ്കണ്ണി തോരൻ വെക്കാനായിട്ട് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഒരു മീഡിയം സൈസ് 2 വലിയ ഉള്ളി എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു മുറി തേങ്ങ, ഒരു 4-5 ചെറിയ വെളുത്തുള്ളി അല്ലി, കാന്താരി, ചെറിയ ജീരകം, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്നൊന്ന് എന്ത് ചെയ്ത് ചതച്ചെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ചേർക്കാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പിടി പരിപ്പ് ഞാനിവിടെ വേകാനായിട്ട് വെച്ചിട്ടുണ്ട്. പരിപ്പ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. തേങ്ങ, കാന്താരി, ചെറിയ ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ഈ ഉള്ളി, ഇത് വഴറ്റി വേണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ല ഇതിൻ്റെ കൂട്ടത്തിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാനിത് ഇതിൻ്റെ കൂട്ടത്തിൽ ചെറുതായിട്ടൊന്ന്, അല്ലാതെ അരഞ്ഞു പോകുന്നില്ല, ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കും, ഒന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാ സാധനങ്ങളും ഇവിടെ അടുത്തടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങ, വെളുത്തുള്ളി, ജീരകം, ഉള്ളി എല്ലാം കൂടെ ചതച്ച് വെച്ചത്. ഇത് നമ്മൾ വേവിക്കാനായിട്ട് വെച്ച പരിപ്പ് വേവിച്ചത്, ഒരു മുട്ട അടിച്ചെടുത്തത്, ആവശ്യത്തിന് വെളിച്ചെണ്ണ നമ്മളൊഴിച്ച് ചൂടാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരല്പം കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള എഗ്ഗ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നല്ല പോലക്ക് ഒഴിച്ച് കഴിഞ്ഞ് നല്ല പോലക്ക് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക. നല്ല പോലെ കുടച്ച് പൊരിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇട്ട് കൊടുക്കുക. ഈ പരിപ്പ്, എഗ്ഗ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലപോലെ എടുക്കുക. ഫ്ലെയിം ഫുള്ളിലേക്ക് ഇട്ട് കൊടുക്കുക.
ഈ പരിപ്പും എഗ്ഗും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഈ അരപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ യോജിപ്പിച്ചെടുക്കുക. ഒരല്പം ഉപ്പ് ഈ സമയം ചേർത്ത് കൊടുക്കുക. ഞാൻ പരിപ്പ് വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചീര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുത്താൽ മതിയാവും. ഏറെക്കുറെ ഇതെല്ലാം നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പൊന്നാങ്കണ്ണി ചീര ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു തോരനാണ്. അതോടൊപ്പം തന്നെ ഞാൻ പറയാതെ തന്നെ ഇപ്പോൾ പൊന്നാങ്കണ്ണിയെക്കുറിച്ച് എല്ലാവരും തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊന്നാങ്കണ്ണിയുടെ ഗുണവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യം തന്നെ ഇല്ല. എവിടെ നോക്കിയാലും പൊന്നാങ്കണ്ണിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും തന്നെ അറിയാം. കണ്ണിന് കാഴ്ച വളരെയധികം ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവിധ പോഷകാംശങ്ങളും ഇതിനകത്ത് ഉണ്ട്. ഇപ്പം നമ്മുടെ പൊന്നാങ്കണ്ണി പരിപ്പ് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല പോഷക സമൃദ്ധമായിട്ടുള്ള ഒരു തോരനാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇതുപോലെ വീണ്ടും വരും. അതുവരെ എല്ലാവരും സുഖമായും സന്തോഷമായിട്ടിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പം എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ.